പാലക്കാട് ജില്ലയിലെ അനധികൃത ഇഷ്ടിക നിർമ്മാണ കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കാതെ ജില്ലാ കളക്ടർ ഒത്തുകളിക്കുന്നു. അനധികൃത ഇഷ്ടിക ചൂളകൾക്കെതിരെ നടപടിയെടുക്കാൻ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ജിയോളജിസ്റ്റ് കത്ത് നൽകിയിട്ടും ജില്ലാ കളക്ടർമാരുടെ വകുപ്പുകളെ പഴിചാരി ഒഴിഞ്ഞുമാറുകയാണ്. ജില്ലാ ജിയോളജിസ്റ്റ് കളക്ടർക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. പാലക്കാട്ടെ പാടശേഖരങ്ങളെ പ്രതിസന്ധിയിലാക്കി 200ഓളം ഇഷ്ടികക്കളങ്ങളാണ് ജില്ലയിലാകെ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒന്നിനു പോലും ലൈസൻസ് ഇല്ല. ജിയോളജി വകുപ്പ് നിരവധി ഇഷ്ടിക ചൂളകൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തെങ്കിലും എല്ലാം നിർബാധം പ്രവർത്തിക്കുന്നു. ഇതേ തുടർന്ന് ജില്ലാ ജിയോളജിസ്റ്റ് ജില്ലാ കളക്ടർ പി മേരിക്കുട്ടിക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് കാണുക. അനധികൃത കളിമൺ ഖനനവും ഇഷ്ടികക്കളങ്ങളുടെ പ്രവർത്തനവും നിർത്തിവെക്കുന്നതിന് അതാത് വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുള്ള കത്താണിത്. ജില്ലയിലെ ഭൂരിഭാഗം ഇഷ്ടികക്കളങ്ങളും വയലുകളിലും പുറമ്പോക്ക് സ്ഥലത്തും പുഴയോരത്തുമാണെന്നും അതിനാൽ 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരവും 2001 നദീതീര സംരക്ഷണ നിയമപ്രകാരവും നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ പറയുന്നു. എന്നാൽ കത്ത് നൽകി 2 ആഴ്ച പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ജില്ലാ കളക്ടർ സ്വീകരിച്ചിട്ടില്ല. ഇതിനു പുറമെ അനധികൃത ഇഷ്ടികക്കളങ്ങൾക്കെതിരെയും മറ്റും നടപടി സ്വീകരിച്ച റവന്യൂ വകുപ്പിന്റെ സ്പെഷ്യൽ സ്ക്വാഡും നിർജീവമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കളക്ടറുടെ മറുപടി ഇങ്ങനെ: ഞാൻ മാത്രമല്ല, കളക്ടർ മാത്രമല്ല ചെയ്യേണ്ടത്. ചെയ്യേണ്ട ആൾക്കാർ, അതായത് ഇവിടെ പഞ്ചായത്തുകളുണ്ട്, 88 പഞ്ചായത്തുണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, ജിയോളജിസ്റ്റ് ഉണ്ട്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരൊക്കെ നടപടിയെടുക്കണം. ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ ഞാനില്ല. എറണാകുളം കേന്ദ്രീകരിച്ചുള്ളവരാണ് പാലക്കാട് കൂടുതലും ഇഷ്ടികക്കളങ്ങൾ നടത്തുന്നത്. ഉന്നത തലങ്ങളിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണ് ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ കളക്ടർ തയ്യാറാവാത്തതെന്നാണ് ആരോപണം. പ്രസാദ് ഉടുമ്പിശ്ശേരി, റിപ്പോർട്ടർ, പാലക്കാട്.